അള്ളാഹുവിന്റെ റസൂൽ മലയാളത്തിൽ എവിടെയെങ്കിലും ഖുതുബ നിർവഹിച്ചിട്ടുണ്ടോ? റസൂലിന്റെ മാതൃകയുണ്ടോ? ഇത് നിങ്ങൾ പറയും. ഏതെങ്കിലും ഒരു പള്ളിയിൽ റസൂലുള്ളാഹി തങ്ങളുടെ മാതൃകയുണ്ടോ? അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് മലയാളത്തിൽ വേണ്ട അറബേതര ഭാഷയിൽ ഖുതുബ നിർവഹിച്ചിട്ടുണ്ടോ? അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികൾ നിർവഹിച്ചിട്ടുണ്ടോ? താബിഈകൾ നിർവഹിച്ചിട്ടുണ്ടോ? തബഉ താബിഈകൾ നിർവഹിച്ചിട്ടുണ്ടോ? കണ്ടോ? അപ്പൊ അതാണ് മറുപടി. എന്താണ് ജുമുഅ ഖുതുബയുടെ ഭാഷയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് അദ്ദേഹം കണ്ടെത്തിയ മറുപടി എന്താ? അള്ളാഹുവിന്റെ റസൂൽ അറബില്ലാത്ത ഭാഷ നടത്തിയിട്ടുണ്ടോ? സ്വഹാബികൾ നടത്തിയിട്ടുണ്ടോ? അതേപോലെ താബിഈകൾ നടത്തിയിട്ടുണ്ടോ? ഇല്ലെന്ന് ഉറപ്പാണ്. എന്താ കാരണം? അവരൊക്കെ വഴുതു പറഞ്ഞതും അറബിയിലാണ്. അവർ വഴുതു പറഞ്ഞതും അറബിയിലാണ്, വർത്തമാനം പറഞ്ഞതും അറബിയിലാണ്, കച്ചവടം ചെയ്തതും അറബിയിലാണ്. എല്ലാം അറബിയല്ലാത്ത ഭാഷയിൽ നിർവഹിക്കുകയും മിമ്പറിൽ കയറുമ്പോൾ മാത്രം അറബി പറയുകയും ചെയ്യുകയാണെങ്കിൽ ആ ന്യായം ന്യായമായിരുന്നു. അതേസമയം ജീവിതത്തിലെ എല്ലാ രംഗത്തും അറബി ഭാഷ ഉപയോഗിക്കുകയും അത് തന്നെ ഖുതുബയിൽ ഉപയോഗിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ തന്നെ വ്യക്തമാണ് ഏത് ഭാഷയിലാണോ അവർ വഴുതു പറഞ്ഞത്, ഏത് ഭാഷയിലാണോ വർത്തമാനം പറഞ്ഞത്, ഏത് ഭാഷയിലാണോ അവർ കച്ചവടങ്ങൾ നടത്തിയത്, അതേ ഭാഷയിൽ തന്നെയാണ് അവർ ഖുതുബയിൽ നിർവഹിച്ചത്. ഇനി പോട്ടെ, ഒരു മറുഭാഗത്ത് നബിതങ്ങളുടെ ഭാഷയുടെ കാര്യം പറഞ്ഞ അറബി വേണമെന്ന് വാദിക്കുന്ന ആളുകൾ അവർ ഓതുന്ന ഖുതുബയോ നബിതങ്ങളുടെ ഖുതുബയാണോ? അല്ലല്ലോ. ഇവിടെ സമസ്ത പള്ളികളിൽ രണ്ടു തരം ഖുതുബയാണ്. ഒന്ന്, ഇവിടുത്തെ ഔദ്യോഗികമായ സമസ്തയുടെ പള്ളികളിൽ നബാത്തി ഖുതുബയാണ് പാരായണം ചെയ്യുക. ഏതാണ്ട് 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈജിപ്തിലെ ഇബ്നു ബാത്തത്തുൽ മിസ്രി എന്ന് പറയുന്ന ഒരാൾ നടത്തിയ ഖുതുബകളുടെ സമാഹാരമുള്ള ഏട്, ആ ഏട് നോക്കി വായിക്കലാണ് ഔദ്യോഗിക സമസ്തക്കാർ ചെയ്യുന്നത്. അല്ല നബിയുടെ ഏടല്ല, സ്വഹാബിമാർ ഓതിയ ഏടല്ല, താബിഈങ്ങൾ ചൊല്ലിയ ഏടല്ല. ഇതേ ചോദ്യം അങ്ങോട്ട് ചോദിക്കാനോ? ആ ഏട് നബി ഓതിയിട്ടുണ്ടോ? ആ ഏട് സ്വഹാബികൾ ഓതിയിട്ടുണ്ടോ? ആ ഏട് താബിഈൻ ഓതിയിട്ടുണ്ടോ? അപ്പോൾ ഭാഷ മാത്രം നബിൻ്റെത്, ഖുതുബയോ ഈജിപ്തുകാരൻ്റെത്. ഈ അനവി സഖാഫി അടക്കമുള്ള ആളുകൾ എ പി സുന്നിയുടെ പള്ളിയിൽ നടത്തുന്ന ഖുതുബയോ അത് നബാത്തി ഖുതുബയല്ല, അത് നെല്ലിക്കുത്തി ഖുതുബയാണ്. നബാത്തി ഖുതുബയെ നെല്ലിക്കുത്തി ഇസ്മായിൽ മുസ്ലിയാർ ചില എഡിറ്റിങ്ങൾ ചെയ്തു. കാരണം നബാത്തി ഖുതുബയിൽ നബിദിനാഘോഷമില്ല, നബാത്തി ഖുതുബയിൽ ഇസ്തിഗാസയും തെറ്റായ തവസ്സുലുമില്ല, നബാത്തി ഖുതുബയിൽ ഇവർ കൊണ്ടെടുക്കുന്ന പല ബിദ്അത്തുകളുമില്ല. അതുകൊണ്ട് നബാത്തി ഖുതുബ എടുത്ത് പല ആളുകളും ചോദിക്കുന്നു, ഇതിലിത് കാണുന്നില്ലല്ലോ. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടി നെല്ലിക്കുത്തി ഇസ്മായിൽ മുസ്ലിയാർ നബാത്തി ഖുതുബയെ എഡിറ്റ് ചെയ്തു, മുഖ്തസറാക്കി. മുഖ്തസറുൽ ഖുതുബത്തിൻ നബാത്തിയ എന്ന പേരിൽ പുറത്തിറക്കി. നബാത്തി ഖുതുബയുടെ ഷോർട്ടാണെങ്കിലും പേജ് അധികമാണ്. സംഗതി ഷോർട്ടാണ്, പക്ഷേ പേജ് അധികം. പേരതാണ് ഷോർട്ട്. ഇതാണ് ഞാൻ തുടക്കത്തിൽ കൊടുത്തത്. ഞാൻ ഷോർട്ടാക്കിയതാണ്, അതേ കുറച്ച് ഞാൻ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഷോർട്ടാക്കാൻ വേണ്ടി കുറച്ച് കൂട്ടിച്ചേർത്തത്. അതെങ്ങനെ പരിപാടി നമുക്ക് ഇനി കൊടുത്ത കഴിവുകൊണ്ട് അങ്ങനെ പറ്റുമോ എന്നുള്ളത് അല്ലാഹു അഅലം. ആവട്ടെ, അപ്പോൾ ആ നെല്ലിക്കുത്തി ഖുതുബയാണ് ഇവർ ഓതുന്നത്. അതെന്താ അടിസ്ഥാനമുള്ളത്? നബി ഞങ്ങൾ ഓതിയോ, സഹാബികൾ ഓതിയോ, താബിഈങ്ങൾ ഓതിയോ ചോദിച്ചാൽ എന്താ പറയുക? അപ്പോൾ ഭാഷ മാത്രം നബിയുടേത് എന്ന് പറയുകയും ഖുതുബ മഞ്ചേരി നെല്ലിക്കുത്ത് നിറക്കുകയും ചെയ്യുന്നു. അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഒറ്റ കിതാബ് ശ്രദ്ധപ്പെടുത്താം. കിതാബുൽ ഫിഖ്ഹി അലൽ മദാഹിബിൽ അർബഅ. സ്ക്രീനിൽ കാണാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കിതാബുൽ ഫിഖ്ഹി അലൽ മദാഹിബിൽ അർബഅ, 4 മദ്ഹബിലുമുള്ള ഫിഖ്ഹി മസ്അലകളെ ക്രോഡീകരിച്ചുകൊണ്ട് അബ്ദുറഹ്മാൻ ജസീർ റഹിമഹുല്ലാഹ് എഴുതിയ ഗ്രന്ഥമാണ്. 4 വാള്യമുള്ള കിതാബാണ്. അതിൽ ഒന്നാമത്തെ വാള്യം, അതിന് ജുമുഅയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അവിടെ കാണാം ഒരു അധ്യായം ശുറൂത്ത് ഖുതുബത്തൈ അസ്സലാ, നിസ്കാരത്തിന്റെ 2 ഖുതുബകൾ, ജുമുഅ നിസ്കാരത്തിന്റെ 2 ഖുതുബകൾ, അതിലെ ഷർത്തുകൾ. ഹൽ യുഷ്തറതു അൻ തകൂന ബിൽ അറബിയ്യ, ഇത് അറബിയിലാവൽ നിബന്ധനയാണോ? 4 മദ്ഹബ് എന്തു പറയുന്നു എന്നാണ്. ഖുതുബ അറബിയിലാവൽ നിബന്ധനയാണോ? 4 മദ്ഹബുകൾ എന്തു പറയുന്നു? വഹൽ യുഷ്തറതു ലഹുമാ അൻ നിയ്യ, ഖുതുബക്ക് നിയ്യത്ത് ഷർത്താണോ? 2 ചർച്ചയാണ്. നിയ്യത്ത് വേണോ, അറബിയിൽ വേണോ? 4 മദ്ഹബിലും അഭിപ്രായങ്ങൾ ചർച്ച ചെയ്യുന്നു. അതിൽ കാണാം ശാഫിഇയ്യത്ത് ഖാലു, ഷാഫികൾ പറയുന്നു. നമ്മുടെ നാട്ടിൽ ഷാഫി മദ്ഹബ് എന്നാണല്ലോ ഇവരൊക്കെ പറയാറുള്ളത്. അതല്ലെങ്കിലും ആ ഷാഫികൾ പറയുന്നു, എന്ത് പറയുന്നു? ഖുതുബയുടെ റുക്നുകൾ, നിർബന്ധ ഘടകങ്ങൾ, അത് അറബിയിലാവൽ നിബന്ധനയാണ്. ബില്ലുഗത്തിൽ അറബിയ്യ, ഖുതുബയുടെ നിർബന്ധ ഘടകങ്ങൾ അറബിയിലാവൽ നിർബന്ധമാണ്. ഷാഫി മദ്ഹബ് പ്രകാരം 5 റുക്നാണ്. 1 ഹംദ്, 2 സ്വലാത്ത്, 3 തഖവ കൊണ്ട് വസിയത്ത്, 4 മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുക, 5 ആയത്ത് ഓതുക. ഇതാണ് ഷാഫി മദ്ഹബ് പ്രകാരം ഖുതുബയുടെ റുക്ന്. അപ്പോൾ ഈ 5 റുക്നുകൾ അറബിയിലാവൽ ഷർത്താണ്. മാത്രമല്ല ഫലാ യക്ഫി ഗൈറു അറബിയ, അപ്പോൾ അറബി അല്ലാത്തത് മതിയാവുകയില്ല. മതാ അംകന തഅല്ലുമഹ, അറബി പഠിക്കാൻ സൗകര്യപ്പെടുന്നുവെങ്കിൽ അറബി അല്ലാത്ത ഭാഷയിൽ ഈ 5 റുക്നുകൾ നിർവഹിച്ചാൽ ശരിയാവുകയില്ല. ഫഇൻ ലം യുംകിൻ, അറബി പഠിക്കാൻ സൗകര്യപ്പെട്ടില്ലെങ്കിലോ ഖതബ ബിഗൈരിഹ, അറബി അല്ലാത്ത ഭാഷയിൽ ഖുതുബ നിർവഹിക്കാം. ഇതാണ് ഷാഫി മദ്ഹബ്. എന്ത്? അറബിയിൽ റുക്നുകൾ നിർബന്ധമാണ്. കഴിയുമെങ്കിൽ, പഠിക്കാൻ കഴിഞ്ഞില്ലേ എന്ന അറബി അല്ലാത്ത ഭാഷയിൽ ഖുതുബ നിർവഹിക്കാം. എപ്പോൾ? ബാക്കി കേട്ടോളൂ. ഹാദാ, ഈ പറഞ്ഞത് അറബി ഷർത്താണ് എന്ന് പറഞ്ഞത് ഇദാ കാനൽ ഖൗമു അറബ, ഖൗമ അറബികളാണെങ്കിലാണ്. കേൾക്കുന്ന ആളുകൾ അറബിയിലാണോ? അറബിയിലേ നിർവഹിക്കാവൂ എന്നാണ് ഷാഫിഈ മദ്ഹബ്. അമ്മാ ഇൻ കാനു അജമ, എന്നാൽ അറബികളല്ല എങ്കിൽ, അനറബികളാണ് എങ്കിൽ
ഫലാ യശ്തറതു, അപ്പോൾ ഷർത്തില്ല. ഫഇന്നഹു ലാ യശ്തറതു, ഷർത്തില്ല. അദാഉ അർക്കാനിഹിമാ ബിൽ അറബിയ്യത്തി മുത്ലഖാ, റുക്നുകൾ പോലും അറബി നിർവഹിക്കൽ ഷർത്തില്ല. റുക്നുകൾ പോലും അറബി നിർവഹിക്കൽ ഷർത്തില്ല. ഖൗമ അറബികളല്ലെങ്കിൽ മാ അദൽ ആയത്തി, ആയത്തൊഴിച്ച്, ആയത്ത് അറബിയിലെ ഓതാവൂ, ബാക്കി ഒന്നും അറബിയിലാവേണ്ടതില്ല ഖൗമ അറബികളല്ലെങ്കിൽ എന്ന് അശ്ശാഫിയ്യത്തു ഖാലു, ഷാഫികൾ പറയുന്നു എന്നാണ്. അപ്പൊ ഷാഫി മദ്ഹബിന്റെ അഭിപ്രായമായി രേഖപ്പെടുത്തി വെച്ച ഇതാണ്. ഇതിനെന്താ തെളിവ്? നബി തങ്ങളുടെ ഖുത്ബയെ പറ്റി പറഞ്ഞ ഹദീസാണ് തെളിവ്. ഇമാം മുസ്ലിം മുദ്രിക്കുന്ന ഹദീസിൽ കാണാം, നബി തങ്ങൾ 2 ഖുത്ബ നിർവഹിക്കാറുണ്ട്. ആ 2 ഖുത്ബ നിന്നുകൊണ്ടാണ് നിർവഹിക്കുക. 2 ഖുത്ബയ്ക്കിടയിൽ നബി തങ്ങൾ ഇരിക്കാറുണ്ട് എന്ന് പറഞ്ഞിട്ട് ശേഷം പറയാം, യഖ്റഉൽ ഖുർആന വയുദക്കിറുൻ നാസ്. ആ ഖുത്ബയിൽ നബി തങ്ങൾ ചെയ്യാറുള്ളത് എന്താ? യഖ്റഉൽ ഖുർആൻ, നബി തങ്ങൾ ഖുർആൻ ഓതും. വയുദക്കിറുൻ നാസ്, എന്ന് ജനങ്ങളെ നബി തങ്ങൾ ഉത്ബോധിപ്പിക്കാറാണ് പതിവ്. ഖുർആൻ ഓതി ജനങ്ങളെ ഉത്ബോധിപ്പിക്കാറാണ് പതിവ്. അതാണ് ഷാഫി മദ്ഹബുകാർ തെളിവായി സ്വീകരിച്ചത് എന്ന് ശർഹ് മുസ്ലിമിൽ നബി ഇമാം റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തി വെക്കുന്നുമുണ്ട്. അതുകൊണ്ട് ആ കുരുട്ട് ന്യായം പറഞ്ഞിട്ട് തൽക്കാൻ രക്ഷപ്പെട്ടു പോകാൻ പറ്റില്ല. നബി തങ്ങളുടെ ഭാഷ മാത്രം പറയുകയും ബാക്കിയെല്ലാം ഈജിപ്തിൽ നിന്നും മഞ്ചേരി നെല്ലിക്കുത്ത് കൊടുക്കുകയാണെങ്കിൽ പിന്നെ ആ ഭാഷയ്ക്ക് എന്താ പ്രസക്തി ഉള്ളത്? അതാണ് ഒരു വിഷയം.